കേരളം ഉറ്റുനോക്കുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ഭരണ തുടർച്ച എന്ന LDFന്റെ സ്വപ്നവും അധികാരം തിരിച്ചുപിടിക്കാനുള്ള UDFന്റെ പോരാട്ടവും നേർക്കുനേർ നിൽക്കുമ്പോൾ കേവലം ഭരണമാറ്റത്തെക്കാൾ ഉപരിയായി മന്ത്രിസഭയിലെ പ്രമുഖരുടെ ഭാവി എന്താകുമെന്ന ചോദ്യമാണിപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പലപ്പോഴും പ്രവചനങ്ങൾക്കപ്പുറമായിരുന്നു ജനവിധികൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇക്കുറി വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭരണപക്ഷമായ ഇടതുമുന്നണിയിൽ വലിയ തോതിലുള്ള ആശങ്കകൾ നിഴലിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. 2021 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നേടിയ ചരിത്രപരമായ ഭരണ തുടർച്ച 2026 ആവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന CPM കേന്ദ്രങ്ങളിൽ പോളിംഗിന് ശേഷം പുറത്തുവരുന്ന താഴെത്തട്ടിലുള്ള കണക്കുകൾ അത്ര ശുഭകരമല്ല. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 20 മന്ത്രിമാരിൽ ഭൂരിഭാഗം പേരും കടുത്ത മത്സരമാണ് നേരിട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ചുരുക്കം ചിലർക്ക് മാത്രമാണ് LDF കേന്ദ്രങ്ങൾ 100% വിജയസാധ്യത നൽകുന്നത്. മുഖ്യമന്ത്രി ധർമ്മടത്ത് സുരക്ഷിതനാണെങ്കിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ പല പ്രമുഖർക്കും മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ചെങ്ങന്നൂരിലെ സജി ചെറിയാൻ, ഏലത്തൂരിലെ AK ശശീന്ദ്രൻ, ഒല്ലൂരിലെ K രാജൻ, നെടുമങ്ങാട് GR അനിൽ എന്നിവർ മാത്രമാണ് വിജയം ഉറപ്പിച്ചവരുടെ പട്ടികയിലുള്ളത്. മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് വിശേഷിക്കപ്പെടുന്ന മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നേരിട്ട കടുത്ത മത്സരം CPMനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയെങ്കിലും പ്രാദേശികമായ തർക്കങ്ങളും ഭരണവിരുദ്ധമായ വികാരവും റിയാസിനെ പോലൊരു യുവ നേതാവിന്റെ ഭൂരിപക്ഷത്തെ ബാധിച്ചേക്കുമെന്ന ഭയവും പാർട്ടിക്കുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമായിരുന്നു മന്ത്രിമാർ പലരും ഇക്കുറി നിയമസഭ കാണില്ല എന്നത്. തുടക്കത്തിൽ ഈ പ്രസ്താവനയെ രാഷ്ട്രീയ പരിഹാസമായി തള്ളിക്കളഞ്ഞെങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ സമാനമായ ചർച്ചകൾ ഉയർന്നിട്ടുണ്ട്. താനൂർ വിട്ട് തിരൂരിലേക്ക് ഭാഗ്യം തേടിപ്പോയ V അബ്ദുറഹ്മാന്റെ നീക്കം തിരിച്ചടിയായോ എന്ന സംശയവും ശക്തമാണ്. അതുപോലെ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ഇക്കുറി സേഫ് സോണിൽ അല്ലെന്ന തിരിച്ചറിവ് LDFനെ പ്രതിരോധത്തിലാക്കുന്നു. സാധാരണഗതിയിൽ എക്സിറ്റ് പോളുകളെ തള്ളാറുള്ള ഇടതുപക്ഷം ഇക്കുറി UDFന് അനുകൂലമായ പ്രവചനങ്ങൾ വന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ UDF ക്യാമ്പുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ വളരെ സജീവമായി കഴിഞ്ഞു. ഇത് ഇടതുമുന്നണികളിൽ വലിയ രീതിയിലുള്ള നിരാശ പടർത്തിയിട്ടുമുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങളും എക്സിറ്റ് പോൾ ഫലങ്ങളോട് ചേർന്ന് പോകുന്നതാണെന്ന സൂചനകൾ പുറത്തു വരുന്നത് LDFന്റെ ആത്മവിശ്വാസത്തെ സാരമായി തന്നെ ബാധിച്ചു. MP രാജേഷും V ശിവൻകുട്ടിയും നേരിടുന്നത് വൻ വെല്ലുവിളിയാണ്. തൃത്താലയിൽ UDF നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങൾ രാജേഷിന്റെ അടിത്തറ ഇളക്കിയോ എന്ന് പാർട്ടി സംശയിക്കുന്നു. നേമത്താകട്ടെ BJPയുടെ സാന്നിധ്യവും UDFന്റെ മുന്നേറ്റവും പോരാട്ടത്തെ പ്രവചനാതീതമാക്കിയിരിക്കുകയാണ്. വീണ ജോർജ് നേരിട്ട കടുത്ത വ്യക്തിപരമായ ആക്രമണങ്ങളും സഭകളുടെ നിലപാടുകളും ആറന്മുളയിൽ ചർച്ചയായിരുന്നു. കളമശ്ശേരിയിൽ P രാജീവിനെതിരെ ഉയർന്നു വന്ന വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ വിജയസാധ്യതയെ എത്രത്തോളം ബാധിക്കുമെന്ന് വോട്ടെണ്ണൽ ദിനത്തിൽ അറിയാം. ഉമ്മൻചാണ്ടിയുടെ വേർപാടിന് ശേഷമുള്ള പൊതുതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ പുതുപ്പള്ളിക്ക് സമീപമുള്ള മണ്ഡലങ്ങളിൽ സഹതാപതരംഗം ഉണ്ടായോ എന്നത് VN വാസവന്റെ വിജയസാധ്യതയിൽ നിർണായകമാകും. CPIയുടെ പക്കലുള്ള മന്ത്രിസ്ഥാനങ്ങളിൽ K രാജനും GR അനിലും മാത്രമാണ് പൂർണ്ണമായി ഉറപ്പുള്ളത്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ നേരിട്ട കർഷക രോഷവും വന്യജീവി ആക്രമണങ്ങൾക്കെതിരെയുള്ള ജനവികാരവും അദ്ദേഹത്തിന് വിനയായേക്കാം. മാനന്തവാടി ലോയർ കേളുവും ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവും കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ മന്ത്രിമാരുടെ പരാജയം മുന്നണിയുടെ മൊത്തത്തിലുള്ള സീറ്റ് നിലയെ സാരമായി ബാധിക്കും. മെയ് 4 വോട്ടെണ്ണുമ്പോൾ കേരളം ഒരു പുതിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഒന്നുകിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 3ാം തവണയും അധികാരം നിലനിർത്തി ചരിത്രം സൃഷ്ടിക്കും, അല്ലെങ്കിൽ കേരളം അതിന്റെ 5 വർഷം കൂടുമ്പോഴുള്ള ഭരണമാറ്റം എന്ന ശൈലിയിലേക്ക് തിരിച്ചെത്തും. മന്ത്രിമാർ തോൽക്കുക എന്നത് ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. അത് ജനങ്ങൾ ഭരണത്തോടുള്ള അതൃപ്തി പ്രകടിപ്പിക്കുന്നതിന്റെ ലക്ഷണമായാണ് വിലയിരുത്തപ്പെടുന്നത്. മന്ത്രിസഭയിലെ പകുതിയിലധികം പേരും പരാജയപ്പെട്ടാൽ സർക്കാർ നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ പോലും അത് ധാർമ്മികമായി വലിയൊരു പരാജയമായി മാറും. ബാലറ്റുകൾ സംസാരിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കേരളത്തിലെ വോട്ടർമാർ വികസനത്തിനാണോ അതോ മാറ്റത്തിനാണോ വോട്ട് ചെയ്തതെന്ന് അന്ന് വ്യക്തമാകും. LDFനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണിത്. UDFനാകട്ടെ രാഷ്ട്രീയമായി തിരിച്ചുവരവിനുള്ള അവസാന അവസരവും. എന്തായാലും മെയ് 4 ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിവരയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മന്ത്രിമാരുടെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലുള്ള വിധി എങ്ങോട്ട് വീഴുമെന്ന് കാത്തിരുന്നു കാണാം.